ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ബാഴ്സലോണയിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ദേ നമ്മുടെ ഫ്രണ്ടിലൊരു അപ്പാപ്പൻ്റെ മമ്മിയും കൈ പിടിച്ച് നടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് ബാർസലോണ സ്ട്രീറ്റിലാണ് കേട്ടോ. അപ്പോൾ സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നടക്കുന്ന വഴികളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ക്രിസ്മസ് ടൈമാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു മണി പ്ലാന്റ് കണ്ടപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തൊരു ലെങ്ത്തിലാണ് അത് കിടക്കണത് എന്നേ. ബാഴ്സലോണയുടെ ഓൾഡ് സിറ്റി കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പഴക്കം ചേർന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഓൾഡ് സിറ്റി എന്ന് പറയുന്നത്. അതായത് 1-ാം നൂറ്റാണ്ടിൽ റോമാക്കാർ സ്ഥാപിച്ച ബാസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞൊരു നഗരമാണ് ബാഴ്സലോണയുടെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ നഗരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നഗരഭിത്തികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഈ ഓൾഡ് സിറ്റിയിൽ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഉള്ള പള്ളികളും കെട്ടിടങ്ങളും ഒക്കെ മധ്യ കാലഘട്ടത്തിലുള്ള ഗോത്തിക് ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളീ നടക്കുന്നതെല്ലാം നല്ല ഇടുങ്ങിയ വഴികളാണ് കേട്ടോ. അധികം വീതിയുള്ള റോഡുകളൊന്നുമല്ല, കുഞ്ഞു റോഡുകളാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള നിലകളിലെല്ലാം ഓരോ ഷോപ്സാണ് കേട്ടോ. പല തരത്തിലുള്ള ഷോപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓർണമെൻറ്റ്സിൻ്റെ ഷോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ടാറ്റൂൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ടാറ്റൂൻ്റെ ഡിസൈൻസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല പല സോവനിയേഴ്സിൻ്റെ ഷോപ്സ് ഉണ്ട്, ചെരുപ്പുകൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ഷോപ്സ് നമുക്ക് നടക്കുന്ന വഴിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ താഴത്തെ നിലയിൽ ഷോപ്സും ഇതിൻ്റെ മുകളിലത്തെ നിലകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സും ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഓൾഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന ഈ വഴിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കല്ല് പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഇത്. നമുക്ക് കാണാനും അതുപോലെ തന്നെ നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുള്ള സിറ്റിയാണ്. ഇപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഈ റോഡുകളിൽ മെയിൻ സ്ട്രീറ്റൊക്കെ ഇഷ്ടം പോലെ ലൈറ്റ്സ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോവാ ആണോ? കുറേ കമ്മലിൻ്റെ ഒക്കെ കടകളുണ്ട്, ഓർണമെന്റ്സിൻ്റെ ഒക്കെ കടകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് വഴി കൂടെ പോയാലും എല്ലാം ഒരുപോലെ നമുക്ക് തോന്നും കേട്ടോ. ഏത് വഴി കൂടെ പോയാലും ഇതിലൂടെ നമ്മൾ വന്നതാണല്ലോ എന്ന് നമുക്ക് തോന്നും. അതുപോലെയാണ് കേട്ടോ സിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോത്തി ഒരു പ്രത്യേക രീതിയിലാണ് ബാർസലോണ സിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന്. അതായത് ഇവിടുത്തെ തിരക്കൊക്കെ കൂടിയപ്പോഴത്തേക്കും ആ ഒരു കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ ഈ സിറ്റി അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടത് ഒരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അമ്മു അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. സെക്കൻഡ് ഹാൻഡിൻ്റെ കടയാണോ? ഐ ലവ് സെക്കൻഡ് ഹാൻഡ് എഴുതിയേക്കണേ. അപ്പോൾ ഈ ഓൾഡ് സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഗോത്തിക് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഗോത്തിക് ശൈലിയിൽ അവരവിടെ ബിൽഡിങ്ങുകൾ പണിതു, അതുപോലെ തന്നെ അവിടെ റോഡുകൾ പണിതു. അതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു ടവറാണ് കേട്ടോ. അപ്പോൾ ഈ ടവറിൻ്റെ പേര് ഹോമനാജെ
കാസ്റ്റ്ലേഴ്സ് എന്നാണ് കേട്ടോ. അതായത് ഈ ബാഴ്സലോണയിലുള്ള ആൾക്കാർ ഒരുപാട് ഹ്യൂമൻ ടവേഴ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2012 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. അന്തോണി ലേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 26 മീറ്റർ ഹൈറ്റാണ് ഇതിനുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കാറ്റലൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാസ്റ്റ്ലേഴ്സ് എന്നുള്ള ഒരു മനുഷ്യ ഗോപുരം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ബാലൻസും ഒത്തൊരുമയൊക്കെ അതിനൊക്കെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് അവർ മോണുമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ ഷോപ്സ് ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദേ ഇവിടെ കുറേ എൻ്റെ ബാക്കിൽ കണ്ടത് എന്ത് പറ്റിയമ്മ സാർ? അല്ല, നമുക്ക് ഹോട്ടലിൽ കയറാൻ പറ്റുന്നത് 3 മണിക്കാണ്. ഇപ്പൊ സമയം നമ്മളിവിടെ 10 സംതിങ് എത്തി. ഇപ്പൊ സമയം അങ്ങനെ നമ്മൾ നടന്ന് ദേ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങിൽ ഒരു നേറ്റിവിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഒരു വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. ഫുള്ളൊരു ക്രിസ്മസ് വൈബാണ് കേട്ടോ. ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ടൈം അങ്ങനെ വെറുതെ അവിടെ ക്യൂ നിന്ന് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറിയില്ല കേട്ടോ. അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ കറക്റ്റ് ഉച്ചയാണ് കേട്ടോ, ഉച്ച സമയമാണിത്. വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്മൂസ് അതൊക്കെ നോക്കി നിൽക്കുക. ചിലർക്ക് ഇതിന്റെ ഇങ്ങനെ കളക്ഷൻസ് ഉണ്ട് കുറെ ആൾക്കാർക്ക്. ഊഞ്ഞാലാടുന്ന ഷൂ, ജെയിൻ വീലിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗ്യം. നല്ല ബാഗൊക്കെ ഉണ്ട് ഗൈസ്. ബാൽക്കണിയിലുള്ള രൂപങ്ങളാണ്. ഈ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളേതോ ഒരുപാട് 100 കണക്കിന് വർഷം പുറകിലോട്ട് പോയി ആ ഒരു നടക്കുന്നൊരു ഫീല് നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടും കേട്ടോ. അത്രയും വർഷം, കാരണം പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും ആ കല്ലുകളൊക്കെ കണ്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് മുമ്പ് പുറകിലോട്ട് നമ്മൾ പോയൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ബാഴ്സലോണ കത്തീഡ്രലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു നേറ്റിവിറ്റി സീൻ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയേക്കുവാണ്. അപ്പോൾ ഒരു ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു, നമ്മളപ്പോൾ ആ ക്യൂവിൽ നിൽക്കുക. ബാഴ്സലോണ കത്തീഡ്രലിൻ്റെ അകത്താണ് കേട്ടോ. ബാഴ്സലോണ കത്തീഡ്രലാണ്, മറ്റേതല്ല. നമ്മൾ മറ്റേത് നാളത്തേക്കാണ്, സഗ്രിത അതല്ല, ഇത് ബാഴ്സലോണ കത്തീഡ്രലാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്താണുള്ളത്, ക്യൂവിലാണ്. ഇവിടെ അടക്കം ചെയ്യുന്നുണ്ട്. ആട്ടിടേനായിരിക്കും, ആട്ടിടേനുണ്ട്.
ഒരു നേറ്റിവിറ്റി ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ വായോട്ട് കുത്തുന്നു. ഈ പുല്ലൊക്കെ ഇവരിങ്ങനെ ചട്ടിയിൽ വെച്ചേക്കാണ്. ഇവിടെ ആട്ടിടയരും ആടൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ടല്ലോ. ആട്ടിടയരെല്ലാവരും ഉണ്ട്. രാജാക്കന്മാരെടുത്ത The light of the peace from Napoleon symbolizes ഇപ്പോൾ ഈ ഒരു വലിയൊരു ഏരിയയിലാണ് കേട്ടോ അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വാവ് ഫാക്ടറൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ഒരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാഴ്സലോണ കത്തീഡ്രലിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഇത്. ഇതല്ലാതെ മെയിൻ ചർച്ചിലിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേറൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ ഒരുപാട് 100 കണക്കിന് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണിത്. അപ്പോൾ ഇത് ഒരു പാപ്പ മരിച്ചതിൻ്റെ ഒരു ബിഷപ്പ് മരിച്ചതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബിഷപ്പ് മരിച്ചിട്ട് ബിഷപ്പിൻ്റെ ബോഡി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഈ പള്ളി റിനോവേഷന് വേണ്ടി തുറന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കുറച്ച് പാർട്സൊക്കെ ബോണും അതൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞൊരു ഹിസ്റ്ററിയൊക്കെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നമുക്കിപ്പോൾ പണ്ടത്തെ പള്ളികളിലൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവരുടെ തോമ്പൊക്കെ പള്ളിയുടെ അകത്ത് തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കല്ലറകൾ നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ ഒരു ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കലാകാരന്മാർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ പള്ളിയുടെ അകത്തുനിന്നാന്ന് ഓർത്തു കേട്ടോ. പക്ഷേ അവരുടെ അടുത്തെത്തിയപ്പോഴാണ് അവർ ആ സ്ട്രീറ്റിൽ നിന്ന് പാടുകയാണെന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്ന ആളാണ് കേട്ടോ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഓറഞ്ചിൻ്റെ മരങ്ങൾ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇതേ ബാഴ്സലോണ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാഴ്സലോണ ഇതിൻ്റെ പേര് കത്തീഡ്രൽ ഓഫ് ദ ഹോളി ക്രോസ് ആൻഡ് സെയിൻറ്റ് എലൂലാലിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഗോത്തിക് ശൈലിയിലാണ് ഈ കത്തീഡ്രൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 13-15 നൂറ്റാണ്ടിൽ പണി ആരംഭിച്ചിട്ട് 19-ാം നൂറ്റാണ്ടായപ്പോഴാണ് ഈ കത്തീഡ്രലിൻ്റെ പണി അവസാനിച്ചിരിക്കുന്നത്. ഇതും ഗോത്തിക് ഹോട്ടലിൽ തന്നെയാണ് ഈ പള്ളി ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ബാഴ്സലോണയുടെ രക്ഷകർത്താവ് എന്നറിയപ്പെടുന്നത് സെയിൻറ്റ് യൂലയലിയാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല പേര്. അപ്പോൾ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഒരു സെയിൻറ്റിനെ കുറിച്ച്. അപ്പോൾ ആ സെയിൻറ്റിൻ്റെ പേരിലാണ് ഈ കത്തീഡ്രൽ. നമ്മളിത് ബാഴ്സലോണ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ പള്ളി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 13 യൂറോ ആണെന്ന് തോന്നുന്നു. നമ്മൾ കയറിയിട്ടില്ല. നല്ല പുറത്തുനിന്നൊക്കെ കാണാൻ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ആർക്കിടെക്ചറും. എന്താണ് ഞാൻ പറയുക, ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഇരുട്ടാവുമ്പോൾ ഭംഗിയുണ്ടാവും ഇച്ചിരിയും കൂടെ. ഇപ്പം ഉച്ചയായിട്ടേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ ടവറിൻ്റെ മുകളിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബാഴ്സലോണ സിറ്റി മുഴുവനായിട്ടും അതുപോലെ തന്നെ കടലൊക്കെ നമുക്ക് ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോത്തിക് രീതിയിലാണ് ഈ പള്ളിയും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന വലിയൊരു കത്തീഡ്രൽ പള്ളിയാണ് ഈ ബാഴ്സലോണ കത്തീഡ്രൽ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഷോപ്സ്, ക്രിസ്മസ് മാർക്കറ്റ് ആ പള്ളിയുടെ തൊട്ട് താഴെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ നടക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് കണ്ടാലും നമുക്ക് വാങ്ങാൻ തോന്നും, അത്രയും ഭംഗിയുണ്ട്. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ സംഭവമുണ്ട്, അതുപോലെ തന്നെ ഹോം ഡെക്കേഴ്സ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാനിവിടെ കണ്ടു കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ആ സംഭവം അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണേ. ഇത് ഇങ്ങനത്തെ ക്യൂട്ട് കുഞ്ഞു ഡെക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് തെമ്മൂന്നിലുള്ളതാടി, അത് പക്ഷെ പ്ലാസ്റ്റിക്. അതേപോലെ ഇത് വാങ്ങിച്ചാലോ? എല്ലാവരും രസമുണ്ടെങ്കിൽ വാങ്ങിച്ചാലോ? മരത്തിന്റെ ഇവിടെ മിക്കവാറും കുറേ ആൾക്കാർ ഇതുപോലത്തെ ഫ്രഷ് ക്രിസ്മസ് ട്രീ വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് ട്രീ വെക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഫ്രഷായിട്ട് നമുക്ക് ക്രിസ്മസ് ടൈം ആകുമ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നും ഇങ്ങനെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള ഈ ട്രീ നമുക്ക് ക്രിസ്മസ് ട്രീ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കൈമാറ്റടേ കാണണില്ല. അപ്പോൾ ഇവിടത്തെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ലാവൻഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്യാൻഡിലിൻ്റെ ഷോപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ ക്യാൻഡിൽസ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെറൈറ്റി ക്യാൻഡിൽസാണ്. നോർമൽ നമ്മുടെ ഒരു വാക്സ് ക്യാൻഡിൽ പോലെയല്ല, ഇങ്ങനെ ഒരു ഷീറ്റ് പോലത്തെ ഒരു എന്തോ സംഭവം ക്യാൻഡിലാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ച് അറിയില്ല. കണ്ട ഇങ്ങനെ റോളാക്കണത് ഈ സാധനം. ഇപ്പൊ നോക്കിയാലും ക്യാമറയാവും. കിണറ് ഇത് കറങ്ങുന്നുണ്ട്. ഇതില് വെള്ളം വീഴുന്നുണ്ട്. ഈ ഷോപ്പിലുള്ള ഈ എന്താ പറയുക, ഈ രൂപങ്ങൾ, ഈ സ്റ്റാച്യൂസ് നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇതുപോലത്തെ കുറേ ഷോപ്സ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഇവർ ഒന്നില്ലെങ്കിൽ പൂപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന പോലത്തെ ഇങ്ങനത്തെ എന്താ പറയുക ഫിഗേഴ്സിന്, അതായത് എല്ലാവരും ഉണ്ട് കേട്ടോ. ഈവൻ മാർപ്പാപ്പ വരെ അതിനകത്തുണ്ട്. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ ഇവർ ഇവിടെ ഇത് ഇങ്ങനെ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഒരു ആചാരമാണ് അത്. ഒരുപാട് വർഷങ്ങളായി, നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്താ പറയുക, അവർക്ക് ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ഹാസ്യമായിട്ടുള്ളൊരു സംഭവം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു
ബാർസലോണ പാരമ്പര്യം അനുസരിച്ചിട്ട് ക്രിബിൻ്റെ സൈഡിലൊക്കെ ഇതുപോലത്തുള്ള രൂപങ്ങൾ ഇവർ ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമായി പോയിട്ട് അത് കണ്ടപ്പോൾ. ഇത് വലിയൊരു ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ. നടന്നിട്ടും തീരുന്നില്ല. ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി കേട്ടോ. നമുക്കറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാനും പറ്റി. ഒരുപാട് വലിയൊരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. നമുക്ക് കുറേ നേരം നടന്ന് കാണാനുള്ളതുണ്ട്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂമിലോട്ട് പോവുകയാണ് നമ്മുടെ ലക്ഷ്യം. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, പിന്നെ നടന്ന് ഉപ്പാട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ പോയാലും സെയിം ആണല്ലോ നമുക്ക് തോന്നും കേട്ടോ. കാരണം എല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ബിൽഡിങ്സ് ആണെങ്കിലും ആ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ആണെങ്കിലും എല്ലാം ഏകദേശം സെയിം ആണ്. പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ കൂടെ നടക്കാനായിട്ട്. വെയിലും കൂടി ഇല്ലാത്തത് കൊണ്ട് നല്ല രസമുണ്ട്. നല്ല വൈബുള്ളൊരു സ്ഥലമാണേ. അങ്ങനെ നമ്മൾ നടന്നിട്ട് ആ ഗോത്തിക് സ്ക്വയറിൽ തന്നെയുള്ള പ്ലാസ ദെൽ റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കോട്ടയാണ് കേട്ടോ. ബാഴ്സലോണയിലെ ഗോത്തിക് സ്ക്വയറിലുള്ള ഒരു സ്ഥലമാണ് ഇത്. അതായത് മധ്യകാലഘട്ടത്തിൽ രാജവംശങ്ങളുടെ പ്രധാന കൊട്ടാരങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചതുരമാണ് കേട്ടോ, ഒരു സ്ക്വയറാണ് ഈ പ്ലാസ ദെൽ റേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, രാജാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളും ഭരണകാര്യങ്ങളൊക്കെ നടക്കാറുള്ളൊരു സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോത്തിക് വാസ്തുശൈലിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ബാഴ്സലോണയുടെ പുരാതന ചരിത്രം കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ഗോത്തിക് രീതിയിലുള്ള ബിൽഡിങ്സിനെ കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഉള്ള മെയിൻ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ. നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട്, അതുപോലെ ഇങ്ങനെ പണ്ട് കാലത്തെ ലിപികളൊക്കെ അവിടെ ലിപിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ പോണേക്കാൾ മുമ്പ് നമ്മളിതിൻ്റെ ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് പോയാലേ നമുക്ക് ഇവിടെ പോയി കാണുമ്പോഴൊക്കെ അത് എന്താണെന്നുള്ള സംഭവമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ടൂറിസ്റ്റ് ഗൈഡിനെ എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർ നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ മേൽഭാഗം കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതമാണ്. ഈ 13, 14 നൂറ്റാണ്ടിലൊക്കെ ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും എന്താ പറയുക, വാസ്തുശില്പവും ഇത്രയും സൂപ്പറായിട്ടൊക്കെ ഇവർ ബിൽഡിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ. അപ്പോൾ ആ ബിൽഡിങ്ങുകളെല്ലാം ഒരു കേടുപാടും കൂടാതെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ശരിക്കും അത്ഭുതം തോന്നും ഈ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ. നമ്മളങ്ങനെ നടന്ന് ക്ഷീണിച്ചു കേട്ടോ.
നമ്മളെന്നാൽ പിന്നെ നമ്മുടെ റൂമിലോട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ ലിഫ്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്ന് ഒരു നൈറ്റിൽ ഇനി എങ്ങനെയുണ്ട് ബാർസലോണയുടെ ഒരു വ്യൂവും ഒരു ക്രിസ്മസ് ലൈറ്റൊക്കെ നൈറ്റിൽ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളത് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ റൂം എടുത്തിരിക്കുന്നത് ബാഴ്സലോണ സിറ്റിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സിറ്റിയിൽ തന്നെയാണ് കേട്ടോ റൂം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും ഓരോ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബാക്കി ബാഴ്സലോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.